Come join you. Thank you. Спасибо. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാഗ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിലുള്ള ഷാഹി സിന്ദ എന്ന് പറഞ്ഞിട്ടുള്ള പല കാലഘട്ടങ്ങളിലായിട്ട് പണിതിരിക്കുന്ന ഒരു മോസ്ലം ആണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. അതേ ദൂരത്ത് നമുക്കതിൻ്റെ ടോമ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഷാഹി സിന്ദക്ക് ഒരു അർത്ഥമുണ്ട്. അതായത് ഈ ഷാഹി സിന്ദ എന്നുള്ള പേരിന് ദ ലിവിങ് കിങ് അല്ലെങ്കിൽ നമ്മളെ ജീവിച്ചിരിക്കുന്ന രാജാവ് എന്നാണ് ഈ ഷാഹി സിന്ദൻ്റെ അർത്ഥം ശരിക്കും വരുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. സാധാരണ യൂഷ്വലി ദിവസങ്ങളിലില്ലാത്ത തിരക്കാണ് ഇന്ന് ഷാഹി സിന്ദയിൽ ഉണ്ടായത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ കുറച്ച് പ്രമുഖരെ അടക്കം ചെയ്തിട്ടുണ്ട്. അവരുടെ മോസ്ലംസ് ഉണ്ട് ഇവിടെ. മോസ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്തെടുത്ത് ബിൽഡിങ്ങൊക്കെ കെട്ടിപ്പൊക്കി നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ശവകുടീരത്തിനാണ് ഈ മോസ്ലംസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനുള്ളിൽ പഴയ കാലത്തുള്ള മദ്രസകളുണ്ട്. അതുപോലെ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് ഒരു പള്ളിയുള്ളത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടെ ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തുനിന്നും പല ആൾക്കാരും എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ടൂറിസ്റ്റുകളും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും അവിടെ എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജുമാ നിസ്കാരത്തിൻ്റെ സമയത്താണ് ഞാനിവിടെ എത്തുകയും ചെയ്തിരിക്കുന്നത്. ജുമാ നിസ്കാരത്തിൻ്റെ ഏകദേശം 1 മണിക്കൂർ മുന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് പ്രമുഖരെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ കസിൻ ബ്രദറായിട്ടുള്ള ഖത്തം ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ 7-ാം നൂറ്റാണ്ടിൽ ഉസ്ബെക്കിസ്ഥാനിൽ ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി വന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ഷാഹി സിന്ദയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തുകൊണ്ട് പലർക്കും ഉസ്ബെക്കിസ്ഥാനിലുള്ള പലർക്കും ഇതൊരു പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇദ്ദേഹത്തെ ഇവിടെ അടക്കം ചെയ്തത് കൊണ്ട് 11-ാം സെഞ്ചുറി മുതൽ 19-ാം സെഞ്ചുറി വരെ കുറേ കാലഘട്ടങ്ങളായിട്ട് കുറേ മോസ്ലംസ് ഇവിടെ ആഡ് ഓൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും ഒരു പുണ്യസ്ഥലമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഈ കാണുന്നതൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാലഘട്ടങ്ങളിലായിട്ട് മരണപ്പെട്ട പല പ്രമുഖരുടെയും അടക്കം ചെയ്തിരിക്കുന്ന മോസ്ലംസാണിത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ചിലപ്പോൾ ഏകദേശം 20ഓളം മോസ്ലംസ്
ഇതിനുള്ളിൽ ഉണ്ടാവുമെന്ന് നേരത്തെ പറയാൻ കാരണം അതാണ്. കാരണം നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം ഓരോ തരത്തിലുള്ള പല കാലഘട്ടങ്ങളിലായിട്ട് മരണപ്പെട്ടവരുടെ മോസ്ലംസാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരുടെ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നും കൂടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ജുമാ നിസ്കാരത്തിനുള്ള സമയമായി. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ ജുമാ നിസ്കാരം ഈ പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കാമെന്ന് വെച്ചു. അങ്ങനെ ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാൻ മെല്ലെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അടുത്ത ലക്ഷ്യം ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ സമയമായി നിൽക്കുമല്ലേ. അപ്പോൾ നല്ലൊരു ലഞ്ച് കഴിക്കാമെന്നുള്ള തീരുമാനം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല പുലാവ് കിട്ടുന്ന ഒരു ഓതൻറ്റിക് റെസ്റ്റോറൻ്റാണ്. ജോണി ഓഷൻ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇത് ഏകദേശം നമ്മുടെ സമർക്കന്ത് എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വരും. ഒരു പ്രാവശ്യം നമ്മുടെ സുഹൃത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊലീഗ്
ഇവിടത്തേക്ക് ട്രാവൽ ചെയ്തിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ട്രാവൽ ചെയ്ത സമയത്ത് അയാൾ റെക്കമെൻഡ് ചെയ്തതാണ് എന്നോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയതും എനിക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് അവൻ എന്നോട് റെക്കമെൻഡ് ചെയ്തതെന്ന്. കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അവിടെ, നല്ല തിരക്കായിരുന്നു. പോരാത്തതിന് വെള്ളിയാഴ്ച ഉച്ചക്ക് ജുമാ നിസ്കാരവും കഴിഞ്ഞ് വരുന്ന കുറേ ആൾക്കാരും ഉണ്ട് പാർസൽ വാങ്ങിക്കാനും അല്ലാതെയായിട്ട്. അപ്പോൾ കുറേ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കെല്ലാം വിഷ്വൽസിൽ കാണുന്നത് പോലെ ഒരുപാട് നേരത്തെ ക്യൂ ആയിരുന്നു. അത്രയും നീണ്ട ലൈനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ലൈനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ അവരെങ്ങനെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അവസാനം ഞാൻ മുന്നിലെത്തി എൻ്റെ പ്ലേറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ പുലാവിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവസാനം ജോണി ഓഷിലെ പുലാവ് നമ്മുടെ കയ്യിൽ കിട്ടി. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇട്ടു. ഇനി അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കായും കമൻറ്റായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.